ഹലോ ഗായ്സ്, ഇതിന് മുമ്പിലത്തെ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് വരിക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണ്. ഗായ്സ്, ഇതാണ് ഷാഡ്. നമ്മളിപ്പം നടക്കുന്നതാണ് ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്നത്, പഴയ ബ്രിഡ്ജ്. പക്ഷേ മറ്റേത് ശരിക്കും ടവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ ഇത് രണ്ടും കൂടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇതാണ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോഴേ നമ്മൾ കാണുന്ന ഐക്കോണിക് സാധനം അതാണ് ടവർ ബ്രിഡ്ജ്. അതാണ് അവിടെ കാണുന്നത്. തേംസിലൂടെ ഊബർ ബോട്ട് ഓടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ബൊറോ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പം താഴോട്ടിറങ്ങണം. സ്റ്റെപ്പാണെങ്കിൽ പൊക്കി ഇറക്കേണ്ടി വരും. അതാണൊരു ട്രബിൾ. സമ്മറായി കഴിയുമ്പോൾ ഇനി ഇവിടെ എല്ലാ ആളും തിരക്കും ബഹളവും കൂടുകയേ ഉള്ളൂ. സോ നമ്മൾ ബൊറോ മാർക്കറ്റിലോട്ട് ഇറങ്ങാനുള്ള വഴി നോക്കട്ടെ. ഗായ്സ്, ഏതായാലും ആക്സസിബിലിറ്റി ഉള്ള വഴിയുണ്ടായിരുന്നു മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ചുമന്ന് കയറ്റേണ്ട വന്നില്ല. സോ അപ്പോൾ നമ്മൾ ബൊറോ മാർക്കറ്റിലോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ഫേമസ് സ്ട്രോബെറി ചോക്ലേറ്റും പിന്നെ റിസോട്ടോയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ബൊറോ മാർക്കറ്റ്. വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കേക്ക്, കുക്കീസ്, പിന്നെ ഇതെന്തുവായിരുന്നു? ഇത് ഫഡ്ജ്. വാവ്, സോ മച്ച് ഫഡ്ജ്. പിന്നെന്തുവാ? ഇത് നമ്മുടെ ക്ലാസിക് ക്രോസോണ്ട്, സിനമൺ റോള്, ഇത് കുക്കി. ഗൈസ്, അപ്പം നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും മേടിക്കാൻ ഓർത്താണ് ഇരിക്കുന്നത്. ഇത് ചീസിൻ്റെ കടകളാണ്. ഇത് ഡിഫറെൻ്റ് ഡ്രസ്സിങ്സും സാലഡ്സും സോസും വിനാഗർ ഒക്കെ. പിന്നെ ഇതെന്താണെന്ന് തോന്നും, കോൺ ബൺസ്. വാവ്, നൈസ്. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലോ. മേടിക്കുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കം ഓൺ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്ത് മാടി വിളിക്കുക പിന്നെ. കൊള്ളാം, നല്ല പ്രസന്റേഷൻ, അടിപൊളിയായിട്ടുണ്ട്. പൊളി. ഇവിടെയും ഇത് തന്നെ കേക്ക്. ഭയങ്കര ആളാണ്, മാർക്കറ്റ് ഫുള്ളാണ്. സോ ഇവിടെ ഇപ്പം റിസോർട്ടോ മേടിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പം റിസോർട്ടോ, മഷ്റൂം റിസോർട്ടോ മേടിച്ചിരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ, ഈ ഹൈപ്പിനുള്ളതുണ്ടോ ഇല്ലയോ എന്നറിയട്ടെ. കഴിച്ച് നോക്കിയിട്ട് പറയാം ഗൈസ്. ഇത് കുഴപ്പമില്ല ഗൈസ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ബട്ട് കൊള്ളാം. മഷ്റൂമിൻ്റെ ടേസ്റ്റ്, ചീസ് എല്ലാം ഉൾപ്പെടെയാണ്. സോ ഓവറോൾ ഇറ്റ്സ് ഓക്കെ. ഗൈസ്, ഭയങ്കര ആളാണ് ഇവിടെ. സോ ഭയങ്കര റഷാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കടയിലോട്ട് പോകാം. ഇങ്ങോട്ട് പോയാലോ, ലെഫ്റ്റിലോട്ട് പോയാലോ? അവിടെ വലിയ തിരക്കില്ല. അപ്പോൾ തിരക്കില്ലാത്ത ഭാഗം എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നിട്ട് തിരക്കുള്ള ഭാഗത്തോട്ട് പോവാം. അതേ പറ്റുള്ളൂ. ഹായ്. അതെ,
ഇത് പീച്ചല്ലേ, പീച്ച്. ഇങ്ങോട്ട് അതിലും വലിയ തിരക്കില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പീപ്പിൾ ഫേവററ്റ്സ് ഒന്നും ഇവിടെ ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നമുക്ക് നോക്കാം, എന്നിട്ട് കറങ്ങി അങ്ങോട്ട് ചെല്ലാം. ചീസിൻ്റെ കട, ആർട്ടിസാൻ ചീസ്. മസാല ചായ. ഓ തേയിലപ്പൊടിയൊക്കെ ആണല്ലോ. എവിടെ നിന്നാണ്? ലണ്ടൻ. ഡാർജിലിംഗ്. ഐ സി. ഇതെല്ലാം ചീസാണ് ഗൈസ്. നമുക്ക് സാമ്പിൾ ചെയ്യാൻ ചോദിച്ചാൽ തരുമോ എന്നറിയില്ല. ട്രൈ ചെയ്താണ് ഗൈസ്. പാർമസാൻ ചീസ്. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പൊന്നെ, എൻ്റെ വായിലെ രുചിയും കൂടെ പോയല്ലോ. അപ്പൊ ഇത് വേറെ ഏതോ ചീസ്. ബേക്കൺ ആണോ? നമ്മള് ഇച്ചിരി ഡീറ്റൂറായി പോയി. തിരിച്ചു പോയാലോ? എന്നാൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനിയും സ്പേസ് നോക്കി കയറാം. അങ്ങനെയാ ചീസ് ഗൈസ്. അതുകൊണ്ടായിരുന്നു അവിടെ വലിയ ആളില്ലാഞ്ഞത്. ചീസും ബേക്കണും ഒക്കെ ആയതുകൊണ്ട് വലിയ താല്പര്യങ്ങളൊന്നും ആർക്കും ഇല്ല. ആ സൈഡിലോട്ടാണ് അതിൻ്റെ മെയിൻ ഐറ്റംസ്. ഇതെന്തുവാണാവോ? ഓയിസ്റ്റർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. കാവിയാർ. നൈസ്. കല്ലിൻ്റെ അകത്തൊന്ന് പൊട്ടിച്ച് തരും ഓയിസ്റ്റർ. നൈസ്. കൊള്ളാം. ഇതും വൺ ഓഫ് ദ ഫേമസ് കടയാണ് ഇവിടുത്തെ. ലോബ്സ്റ്റർ, ഓയിസ്റ്റർ, എല്ലാ ഐറ്റംസും ഉണ്ട്. ലോബ്സ്റ്ററിൻ്റെ ഫുഡാണ് മെയിൻ. ടൈഗർ പ്രോൺസ്, പൊള്ളി. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഹ്യൂജ് ക്യൂ ആണ് ഇവിടെ. പറ്റുമെങ്കിൽ മേടിക്കും ഗൈസ്. ഇതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര തിരക്ക്. ഈ രണ്ട് കട പീപ്പിൾ ഫേവററ്റ് ആണ്. ഒന്ന് സ്ട്രോബെറി ചോക്ലേറ്റ്, മറ്റേത് ഈ പ്രോൺസ്, ലോബ്സ്റ്ററിൻ്റെ ആ ഐറ്റം. എന്തോ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ക്യൂ ആണ്. അതുകൊണ്ട് ഇവിടെ നോക്കാമെന്ന് ഓർത്തു. ഇതിപ്പോൾ ഏതാ ക്യൂ, ഏതാ ആള് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ ഒരു ജ്യൂസ് മേടിച്ചിരിക്കുകയാണ്, മാംഗോ എക്സോട്ടിക്. അതൊരു ചില്ലി മാംഗോ ഫ്യൂഷനാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അത്. കുഴപ്പമില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്നറിയില്ല. മൈക്ക്, നിനക്കത് കുടിക്കാൻ പറ്റുമോ? കണ്ടോ ഗൈസ്, ലോങ് ക്യൂ ആണ് സ്ട്രോബെറി ചോക്ലേറ്റ് മേടിക്കാൻ. ലോങ് ക്യൂ. അപ്പോൾ ഇതാണ് ദ ഫേമസ് ബൊറോ മാർക്കറ്റ് സ്ട്രോബെറി ചോക്ലേറ്റ്. ഹൈപ്ഡ് ആണോ അതോ ഒറിജിനലി ഇസ് ഇറ്റ് എനി ഗുഡ്? യു ഡു നോട്ട് നോ. എക്സ്ക്യൂസ് മീ, one year. Thank you. Guys, അപ്പോൾ നമ്മൾ സ്ട്രോബെറി കഴിക്കുകയാണ്. ഹൈപ്പിനുള്ളതുണ്ടോ? കുഴപ്പമില്ല, എല്ലായിടത്തും കിട്ടുന്ന പോലൊക്കെ തന്നെ, പ്രത്യേകതയൊന്നുമില്ല.
ബൊറോ മാർക്കറ്റിലായതുകൊണ്ടും കൂടുതൽ ഫുട്ഫോൾ ഉള്ള മാർക്കറ്റ് ആയതുകൊണ്ടും അതങ്ങ് വൈറലായി ഫേമസ് ആയി. അത്രേ ഉള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ. പിന്നെ നോർമൽ സ്ട്രോബെറി ചോക്ലേറ്റ് 8. സോ യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്ത്യൻ ഐറ്റംസും ബൊറോ മാർക്കറ്റിലുണ്ട്. സ്ട്രോബെറി ചോക്ലേറ്റ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ നല്ല ചോക്ലേറ്റാണ്. സോ ഇറ്റ് വാസ് ഗുഡ്. ഇനിയും അടുത്തത് ഇവിടെ ഒരു ഫേമസ് ഐറ്റം ദ ബ്ലാക്ക് പിഗ്. അതാണ് വേറൊരു ഐറ്റം. അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അത് പുൾഡ് ബീഫാണോ പോർക്കാണോ അത് നമ്മുടെ ബണ്ണിൻ്റെ അകത്ത് വെച്ച് തരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ആ തിരക്കാണ് ഇവിടെ. ഫുള്ളതാണ്. പുൾഡ് പോർക്കും പിന്നെ ആ ബണ്ണ് ഒരു പ്രത്യേകതരം ബണ്ണാണ്. അതിൻ്റെ പേരെനിക്കറിയില്ല. അത് ഹംബിൾ ക്രംബിൾ. അതൊരു ഫേമസ് ചെയിനാണ്. പക്ഷേ ഒരു ക്യാംപ്ടൺ ടൗൺ ബേസ്ഡാണ്. ഇവിടെയും ഓപ്പൺ ചെയ്തെന്ന് തോന്നുന്നു. ഇത് വേറെ ജാപ്പനീസ് ഷോപ്പുണ്ട്. റൈസ് ബൗൾ. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ക്യൂ നിൽക്കട്ടെ ഗ്യാസ്. ഗുജറാത്തി ഡെലിക്കസീസും ഉണ്ട്. ചായ, സമോസ, ചാട്ടസ്, ഭുജിയ, സമൂസ, അതെല്ലാം ഉണ്ട്. നമ്മളത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല. നമ്മളതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാൻ ഓർത്തു. പുൾഡ് പോർക്ക്. അപ്പം ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇതാണ് പുൾഡ് പോർക്ക്. സാലഡ്സ്. അതാണ് ബണ്ണ്. ഇനി ഇതെല്ലാം ഇട്ടച്ച് ചീസും ഇട്ട് നമ്മുടെ പേര് വിളിക്കും. അപ്പോൾ അത് കളക്ട് ചെയ്യാം. താങ്ക് യു ജോൺ. അപ്പോൾ ഇതാണ് സാധനം. ഇതൊരു ഫേമസ് സോസേജ് റോള് കടയാണ്. ഇതൊരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. ലാവൻഡർ ലെമണേറ്റ്. അപ്പോൾ അതേലും ഒരെണ്ണം മേടിച്ചു. കുഴപ്പമില്ല. സ്ക്വാഷ് പോലെ തോന്നുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും വെറൈറ്റി തോന്നുന്നുണ്ടോ? പിന്നെ ഈ ചൂടത്ത് കുഴപ്പമില്ലാതിരിക്കും ഗൈസ്. അപ്പം ബൊറോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ മുന്നോട്ട് ഗോയിങ് സ്ട്രൈറ്റ് ടവർ ബ്രിഡ്ജിലോട്ട് പോകാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. അപ്പം നടക്കാനുള്ള വഴി തപ്പിപ്പോവുകയാണിപ്പം. അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം നമ്മൾ രാവിലെ പോയ സ്കൈ ഗാർഡൻ. സോ ഇനി ഞങ്ങൾ വാക്കിംഗ് ടുവേർഡ്സ് ദ ടവർ ബ്രിഡ്ജ് അങ്ങോട്ട് നടക്കുവാണ് ഗൈസ്. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് falling down. ആ പാട്ട് പാടുമ്പം ഈ ബ്രിഡ്ജാണ് യൂഷ്വലി ഫോട്ടോസ് കാണിക്കുന്നത്. നീ എവിടെ വന്നിരിക്കുന്നത്? എന്തുവാ ഇത്?
ആ ഇവിടെ കയറാൻ പറ്റത്തില്ലേ? ഗൈസ് നമ്മൾ ടവർ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. അമ്മച്ചി എന്നാണ് വിളിച്ചേ. ഇവിടെ എത്തി. ഇനിയിപ്പം ആ പാലത്തിൽ പോകുന്ന ബസ്സിൽ പോയി കയറണം. എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. ആ പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ടിക്കറ്റ് എടുത്താൽ കയറാം. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ പിക്നിക്ക് ചെയ്യുന്ന ഏറിയാണ്. ഒരുപാട് പേരിങ്ങനെ വന്നിരിക്കും. ഈവനിങ് ആവുന്നിടം ആകുമ്പോഴും എല്ലാം ക്രിസ്മസ് ടൈമിലും ഇങ്ങനെ തന്നെ പിക്നിക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇനി ഇവിടുന്ന് ഷൂട്ടിംഗ് ഉണ്ടോ? ഓ അത് ജസ്റ്റ് ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. സോ എനി ഹൗ ഞങ്ങളിനിയും ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ കുറച്ച് നേരം പിക്നിക്ക് ചെയ്തു. മൈക്കിൾ കുറച്ച് നേരം കളിച്ചവിടെ. അതിന് ശേഷം നമ്മൾ മുന്നോട്ട് നടന്നു. ബസ് സ്റ്റോപ്പ് ഉദ്ദേശിച്ച് നടന്നു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്നൊരു ബസ് കിട്ടി. നമ്മളിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ആ ടവർ ബ്രിഡ്ജിൻ്റെ മേളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ സെയിൻറ്റ് പോൾസ് കത്തീഡ്രൽ വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല ചൂടാണ്. ശരിക്കും ടയേർഡായി. സാധാരണ ലണ്ടനിലൊക്കെ വരുമ്പോൾ തണുപ്പുണ്ടാകുന്നതാണ്. മുടിഞ്ഞ ചൂട് കാരണം രക്ഷയില്ല. ഭയങ്കര ക്ഷീണമായി ഗൈസ്. ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ പള്ളിയിൽ അടക്കേണ്ടതായിട്ട് വരും. ഞങ്ങളെ പള്ളിയിൽ അടക്കത്തില്ലല്ലോ. സോയ പള്ളിയുടെ പുറകു സൈഡിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. പള്ളിമുറ്റത്തൂടെ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. ചെറിയ ചെറിയ ശവകുടീരങ്ങൾ. ഒരു ഹ്യൂജ് കത്തീഡ്രലാണിത്. പല സിനിമകളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് ലാസ്റ്റ് ടൈം വന്നപ്പം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളും കടകളും ഒന്നും കണ്ടില്ലായിരുന്നു. ബട്ട് ദിസ് ടൈം വന്നപ്പം ഇതൊക്കെ ഉണ്ട്. ഓൺലി സമ്മർ ആയതുകൊണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കും ഇപ്പോൾ സമ്മർ സീസണിന് വേണ്ടി. സോ ഗൈസ് ഇതാണ് സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് ഭാഗം. The cathedral. ക്യൂൻ വിക്ടോറിയയുടെ സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാം. സാധാരണഗതിയിൽ ഞാൻ പറയുന്ന പോലെ എല്ലാ ടൗണിൽ ചെല്ലുമ്പോഴൊരു പള്ളി ഉണ്ടെന്ന് പറയുന്ന പോലെ ലണ്ടനിലെ ആ പള്ളിയാണ് ഇത്. അതിനോടനുബന്ധിച്ചുള്ളൊരു സ്റ്റാച്ചു. ഗൈസ് ബസ് തെറ്റിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലിറങ്ങി വേറൊരു സ്ഥലത്തിറങ്ങി. ഇനി ഇവിടുന്ന് വേറെ ബസ് കയറി നമ്മൾ പിക്കാഡലി സർക്കസിലോട്ട് പോവുകയാണ് ഗൈസ്. ഒന്നും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഒന്നും പറയാനില്ല. ഇതാണ് ഗൈസ് സെയിൻറ്റ് പാൻക്രസ് സ്റ്റേഷൻ. ലണ്ടനിലെ വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷനാണ്. ഇൻ്റർനാഷണൽ ട്രെയിൻസൊക്കെ വരുന്ന സ്റ്റേഷൻ. യൂറോപ്പിൽ നിന്ന് ട്രെയിൻസ് വരുന്നത് ഇങ്ങോട്ടാണ്. പിന്നെ
ഇവിടുന്ന് നോർത്ത് ഓഫ് ലണ്ടൻ പോകാനും ട്രെയിൻസ് ഉണ്ട്. ഐ മീൻ നോർത്ത് ഓഫ് UK. ഞങ്ങൾ ഇവിടുന്ന് ട്രഫഗൽ സ്ക്വയറിലോട്ടുള്ള ബസ്സിന് കയറിയിരിക്കുകയാണ് ഗൈസ്. ട്രഫഗൽ സ്ക്വയറിലെത്തി. മൊത്തം ലണ്ടൻ സൂനിയേഴ്സും ഐറ്റംസുമാണ് മൊത്തം. ടവർ ബ്രിഡ്ജ്. ഇക്കി ബ്ലൈൻഡേഴ്സിൻ്റെ തൊപ്പി. ഗൈസ്, അപ്പോൾ ഇതാണ് ദ ഫേമസ് ട്രഫഗൽ സ്ക്വയർ. എന്തോ കോൺസേർട്ട് നടക്കാൻ പോകാൻ തോന്നുന്നു അവിടെ ആ സ്ക്വയറിൽ. വേണ്ട ഗൈസ്, നമ്മളിപ്പം ചാറിങ് ക്രോസ് സ്റ്റേഷനിലെത്തി. ഇതും ഒരു പഴയ ലണ്ടൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനിയും ബേക്കർലൂ ലൈൻ എടുത്ത് പാഡിങ്ടണിലെത്തണം. സ്ട്രൈറ്റ് പാഡിങ്ടണിൽ നിന്ന് എലിസബത്ത് ലൈൻ എടുത്ത് നമുക്ക് മേഡൻ ഹെഡിന് പോവാം. ഭയാനകം ഗൈസ്. ചാറിങ് ക്രോസിൻ്റെ നടപ്പാതയിലൂടെ അടിയിലെ ടണലിലൂടെ ട്രെയിൻ കയറേണ്ട അടുത്തോട്ട് പോവാണ് ഗൈസ്. ഇത് ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്റ്റേഷനായിരുന്നതുകൊണ്ട് നമ്മുടെ പ്രാം ക്യാരി ചെയ്യേണ്ടതായിട്ട് വന്നു. ഇറ്റ്സ് വാസ് വെരി ഹാർഡ്. ആക്സസിബിലിറ്റി ഇല്ലാത്തപ്പോൾ വലിയ പാടാണ് ഗൈസ്. ടു ഡിഫിക്കൾട്ട്. അതായത് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ബസ്സൊക്കെ കയറി പോയാൽ ഈ അടുത്തൊന്നും പാഡിങ്ടണിലെത്തില്ല. സോ വി ആർ ഗോയിങ് ടു പാഡിങ്ടൺ. ആ ടണൽ വഴി ട്രെയിൻ ഇപ്പോൾ വരുന്നതായിരിക്കും. നമ്മുടെ ട്രെയിൻ വന്ന ഗൈസ് അങ്ങനെ പാഡിങ്ടണിലെത്തി. ഇനിയും നമ്മുടെ GWR കാരണം ഇൻ 10 minutes ഒരു GWR സർവീസ് ഉണ്ട് ടുവേർഡ്സ് മേഡൻ ഹെഡ്. അപ്പം അത് ലക്ഷ്യം വെച്ച് പോവുകയാണ് ഞങ്ങൾ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ട്രെയിൻ GWR. ഇനിയിപ്പം എവിടെയാണ് ഇടയുള്ളതെന്ന് നോക്കി കയറണം. ആക്സസിബിലിറ്റി ഉള്ളിടത്ത് കയറുവാണെങ്കിൽ സ്ട്രോളറും ഒക്കെ എളുപ്പമുണ്ട്. സോ ഇവിടെ ആക്സസിബിലിറ്റി ഉണ്ട് ഇപ്പം. ഗൈസ്, അപ്പം മേഡൻ ഹെഡ് സ്റ്റേഷനിലെത്തി. വി ആർ ഹെഡിങ് ഹോം. അപ്പോൾ ഇന്നത്തെ പരിപാടി ലണ്ടൻ വാസ് നൈസ്. പക്ഷെ നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് വേഗം അങ്ങ് ക്ഷീണിച്ചു. നല്ല ചൂടായിരുന്നു. 30 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നല്ല പൊള്ളുന്ന ചൂടാണ് ഇവിടെ. പക്ഷേ ഇറ്റ് വാസ് നൈസ്. നടന്ന് ഉപ്പാട് വന്നു. മൈക്കിൾ 2 ഉറക്കം കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഫുൾ ടയർഡാണ് ഗൈസ്. കട്ടിൽ കണ്ടാൽ നമ്മൾ പെടലിൽ നിന്ന് വീഴും. സോ ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാം നല്ലതായിരുന്നു. ലണ്ടനും കുഴപ്പമില്ലായിരുന്നു. നല്ല വെതറായിരുന്നു. സോ
സോ വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നിടം വരേക്കും ബൈ.